നൂറൻ്റെ കയ്യിൽ നിന്ന് 50K കിട്ടിയോ? ആക്ച്വലി ഞാൻ ജസ്റ്റ് തമാശക്ക് ചോദിച്ചിരുന്നു. ലൈക്ക് അപ്പോൾ അത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. ഇപ്പം ഗെയിമിൻ്റെ ഉള്ളിൽ അങ്ങനെ ലാലേട്ടൻ പറഞ്ഞപ്പം ഞാൻ ഇപ്പോൾ സൗമാന് ആക്ച്വലി 15,000 ഞാൻ കൊടുക്കാതെ കൊണ്ടുവന്നത്. അത് ഡെഫിനറ്റ്ലി ഞാൻ അത് കൊടുക്കും. അതിൻ്റെ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇടാം. പക്ഷെ ബാക്കി ഉള്ളവർ ചിലപ്പം അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷെ ഞാനൊന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാനൊരു തമാശയായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പക്ഷെ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടായിരുന്നു. ഓക്കെ, ഇന്നലെ നെവിൻ ലൈവിൽ വന്നപ്പോഴത്തേക്കും പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നൂറ അതോടൊപ്പം തന്നെ അതിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അനിമോൾ ഉൾപ്പെടെ ഈ നെവിന് അതിൻ്റെ അകത്ത് വെച്ച് തന്നെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഇത്ര തുക കൊടുക്കാം എന്നുള്ള തരത്തിൽ. ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ അവർ ഏറ്റവും ഒരു കാര്യമാണ് കൊടുക്കാം എന്നുള്ളത്. പക്ഷേ നെവിൻ അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് നെവിൻ തന്നെ ലൈവിൽ പറഞ്ഞു. ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാനത് കാണുന്നുള്ളൂ, തമാശ എന്നുള്ള രീതിയിൽ നെവിൻ പറയുന്നുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരത് കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ കൊടുക്കാൻ മനസ്സിലായിരുന്നെങ്കിൽ ഒരിക്കലും അത് ഏൽക്കാനായിട്ട് പോകരുതായിരുന്നു. കാരണം അവരത് കൊടുക്കാമെന്ന് സമ്മതിക്കുകയില്ല, അവരത് ഏറ്റുവരും. ഞങ്ങൾ കൊടുത്തിരിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അവർ ഉറപ്പ് നൽകിയത്. അങ്ങനെ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അങ്ങനെ കൊടുക്കാൻ മനസ്സുള്ളവരല്ല എങ്കിൽ കൊടുക്കരുതായിരുന്നു. കാരണം ആ സമയത്ത് പബ്ലിക്കിന്റെ മുന്നിലാണ് അവർ ഈ വാക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ചുമ്മാ ഒരു എന്താ പറയാ, ആളാവാൻ വേണ്ടി കാണിച്ച വെറും ഒരു പട്ടി ഷോ ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അന്ന് ആ ഷോ കണ്ട ഒരു കാര്യമാണ്. അവരത് ലാലേട്ടൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലാതെ ലാലേട്ടൻ ഒരിക്കലും നിർബന്ധിച്ചില്ല അവരെ. അപ്പൊ അവരെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ പറയുകയാണ് ഇത്ര കൊടുക്കാമെന്നുള്ളത്. അതിൽ നൂറയുടെ കാര്യം, 150,000 കൊടുക്കാമെന്ന് പറഞ്ഞു. നൂറ തന്നെ എഴുന്നേറ്റ് നിന്ന് അതങ്ങ് പറയുകയായിരുന്നു. പിന്നെ ഒന്ന് അനിമോളുടെ കാര്യം, അനിമോളും 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ഈ പറയുന്ന നേരത്തെ അനിമോള് നെവിന്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, നിനക്ക് എത്ര വേണം എന്നുള്ള തരത്തിൽ. അപ്പൊ നെവിൻ പറഞ്ഞു 10,000 എന്നുള്ള തരത്തിൽ നെവിൻ അത് പറഞ്ഞോളൂ. അപ്പോൾ അത് ഞാൻ തന്നിരിക്കും എന്നുള്ള തരത്തിൽ അനിമോളും പറഞ്ഞൊരു കാര്യമാണ്. ഇതിൽ അനിമോളുടെ 100ന്റെ പേര് എടുത്തു പറയാനായിട്ടുള്ള കാര്യം, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ തുക അതിനുള്ളിൽ കിട്ടിയത്. അതായത് ലക്ഷങ്ങൾ കിട്ടിയത് നൂറയ്ക്കും അതോടൊപ്പം തന്നെ അനിമോൾക്കുമാണ്. ബാക്കി പലർക്കും കുറവ് തുകയാണ് ലഭിച്ചതെന്ന് പറയുന്നത്. അതായത് അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് തുക ലഭിച്ചത് ഒന്ന് സാബുമാനും അതോടൊപ്പം തന്നെ അനീഷയും ഷാനവാസിനുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളവർക്ക് ഒക്കെ ഒരു തരക്കേടില്ലാത്ത തുക. അതിൽ ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് ഈ പറയുന്ന രീതിയിൽ അനിമോൾക്കും അതോടൊപ്പം തന്നെ നൂറയ്ക്കുമാണ് ലക്ഷങ്ങൾ കിട്ടിയ ആ ഒരു തരത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഈ പൈസ കൊടുക്കേണ്ടത് 100% അനിവാര്യമായിട്ടുള്ള കാര്യം. ഇവർ രണ്ടുപേരും മാത്രമല്ല, കൊടുക്കാമെന്ന് ഏറ്റിട്ടുള്ള ഓരോ വ്യക്തിയും കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ ഈ ഇത്രയും പൈസ കിട്ടിയിട്ടും ഇവര് കൊടുക്കാമെന്ന് ഏറ്റിട്ടും കൊടുക്കാതിരിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്. അത് നൂറയുടെ കാര്യമായാലും അതോടൊപ്പം തന്നെ അനിമോളുടെ കാര്യമായാലും. നെവിൻ അത് ചിലപ്പോൾ തമാശയ്ക്ക് എടുത്ത് കാണാം, പക്ഷെ ആ സമയത്ത് കൊടുത്ത വാക്ക് അത് വാക്ക് തന്നെയാണ്. അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം ഈ വാക്ക് പറഞ്ഞവർക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ അത് ഒരു പറ്റിക്കൽ രീതിയിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം നമ്മൾ കൊടുക്കാമെന്നൊരു പറഞ്ഞൊരു കാര്യമാണ്, കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ആ സ്പോട്ടിലെ പറയാം കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിൽ. പക്ഷെ ഇതിൽ നെവിൻ പറഞ്ഞൊരു കാര്യം, നെവിൻ അത് തമാശയായിട്ട് എടുത്തെങ്കിൽ പോലും ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കാം നെവിൻ അവരത് പറഞ്ഞത് എന്നുള്ളത് നെവിൻ പറയുമ്പോൾ നെവിന്റെ മനസ്സിൽ അത് കാണും എന്നുള്ളത് 100%. എന്നിട്ട് നെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഞാൻ സാബുവിന് കൊടുക്കാമെന്ന് ഏറ്റ കാര്യം അത് തമാശയ്ക്കല്ല, അത് ഞാൻ 100% സാബുവിന് കൊടുക്കും എന്നുള്ളത് നെവിൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നെവിന്റെ വാക്ക് നെവിൻ പാലിക്കും എന്നുള്ളത് നെവിൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനിമോൾ സ്റ്റാർ സിംഗറിൽ വന്നപ്പോഴത്തേക്കും ഈ നെവിൻ എന്താ പറയാ, അങ്ങ് പറഞ്ഞു പോയി, നെവിന്റെ വായിൽ നിന്ന് അങ്ങ് വീണുപോയ ഒരു കാര്യമാണ്. അനിമോൾ 10,000 രൂപ പ്ലസ് GST എനിക്ക് തരണം, അനിമോൾ ഏറ്റ കാര്യമാണ് എന്ന് അനിമോളുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അനിമോൾ തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് ഞാൻ നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യമല്ലേടാ എന്നുള്ള തരത്തിൽ. അത് കേട്ടപ്പോഴത്തേക്കും നെവിന്റെ ആ ഒരു ലുക്ക് വ്യത്യാസം വന്നത് കാണേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ശരിക്കും അത് അനിമോൾ തമാശയ്ക്ക് പറഞ്ഞതാണോ, അങ്ങനെ അതോ ഇനി സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും സീരിയസ് ആയിട്ടാണ് ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് അനിമോൾ പറഞ്ഞതെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള നിലപാടല്ല അനിമോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഒരു കാര്യം ഏറ്റിട്ട് അത് പിന്നെ ചെയ്യത്തില്ല അല്ലെങ്കിൽ അത് പിന്നെ തരത്തില്ല എന്ന് പറയുന്നത് ചതിക്കുന്നതിന് തുല്യമാണ്, അതിൽ ഒരു സംശയമില്ല. അങ്ങനെ അനിമോൾ ഇപ്പോൾ ആ പറഞ്ഞ കാര്യം അത് സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ, അതേസമയം ഇവർ നെവിന് കൊടുക്കേണ്ടത്, അതായത് നെവിന് കൊടുക്കാമെന്ന് ഏറ്റ കാര്യം നെവിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പിന്നെ ഇല്ല. അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ, ഈ പറഞ്ഞ വ്യക്തികൾക്ക് തന്നെ ഇതൊരു ബാഡ് ആയിട്ട് മാറുന്ന തരത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ള ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന തരത്തിൽ അവർ ഏറ്റ പൈസ കൊടുത്തോ കിട്ടിയോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നെവിന്റെ ലൈവിൽ തന്നെ പലരും ചോദിക്കുന്നുണ്ട് ആ ഒരു കാര്യം. അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഇതുണ്ട്. കാരണം നിങ്ങളത് മറന്നു പോയാലും ഇത് കേട്ട ജനങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട് ഇപ്പോഴും. ആ ഒരു തരത്തിൽ നിങ്ങൾ കൊടുക്കാമെന്ന് ഏറ്റ കാര്യം, അതുകൊണ്ട് അത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു അന്തസ്സെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു നാണം കെട്ട ഏർപ്പാടായിട്ട് മാറുമെന്നുള്ളത് ഉറപ്പാണ്.